everybody, welcome back to Meenutti's vlog. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീരിയഡ്സ് ഹാക്ക് എന്ന് വേണമെങ്കിൽ പറയാം, പീരിയഡ്സ് ക്രംസ് അല്ലെങ്കിൽ പീരിയഡ് ഹൈജീൻ, ഇങ്ങനെ തുടങ്ങിയ സംഭവങ്ങൾ, തിങ്സ് യു നീഡ് ടു നോ, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും ചെയ്യാണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ലെറ്റ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സംഭവം എല്ലാവർക്കും അറിയാം, ഈസ്റ്റ് ഇൻഫെക്ഷനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഈ വജൈനയിൽ ഉണ്ടാവുന്ന പ്രശ്നമാണ് നമുക്ക് ഈ ബാഡ് ഓർഡറും അത് കണക്കുള്ള സംഭവങ്ങളൊക്കെ വരുന്ന ഒരു സംഭവമാണ് ഈസ്റ്റ് ഇൻഫെക്ഷൻ. അതായത് ഇത് നമ്മുടെ അശ്രദ്ധ മൂലം നമുക്ക് ഉണ്ടായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട് നമ്മുടെ വജൈനൽ പാർട്ടിൽ. സോ അതിനെ കുറിച്ചിട്ട് ഫസ്റ്റ് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾ പീരിയഡ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ വരേണ്ട സംഭവം ഹൈജീൻ ആണല്ലോ. ഓക്കെ, അപ്പം ഹൈജീനിൻ്റെ പാർട്ടായിട്ട് നമുക്ക് ഈസ്റ്റ് ഇൻഫെക്ഷനിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഈസ്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു സർട്ടൺ പീരീഡ് ഓഫ് ബാക്ടീരിയ ചില സമയത്ത് കൂടുകയും ചില സമയത്ത് കുറയുകയും ചെയ്യും. അപ്പോൾ അത് ചില പർട്ടിക്കുലർ സമയത്ത് നമുക്ക് പോസിറ്റീവ് പല ഇഷ്യൂസ് ഉണ്ടാവും, നമുക്കത് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പം നാച്ചുറലായിട്ട്, അതായത് വേറെ ടാബ്ലറ്റ്സ് ഒന്നും കഴിക്കാണ്ട് അല്ലാണ്ട് തന്നെ നമുക്ക് അതിനെ എങ്ങനെ ഒരു പരിധി വരെ എന്നല്ല, അത് നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അതിനുവേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെയിലി നിങ്ങൾ തൈര് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം നമ്മുടെ വജൈനയിൽ ഉണ്ടാവുന്ന സ്മെല്ലായിക്കോട്ടെ, അങ്ങനെയുള്ള ഇൻഫെക്ഷൻ ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്കൊരു പരിധി വരെ അല്ലെങ്കിൽ നല്ല രീതിക്ക് തടയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഫസ്റ്റത്തെ ഒരു സംഭവം ഈസ്റ്റ് ഇൻഫെക്ഷനെ കുറിച്ചിട്ടാണ്. ഇത് കുറേ ആൾക്കാർക്ക് അറിയാം, പക്ഷെ ഇതിൻ്റെ ഒരു പേരോ ഇത് ഇങ്ങനെയാണെന്നോ അങ്ങനെയൊന്നും അറിയണ്ടായിരിക്കില്ല. നമുക്കൊക്കെ വൈറ്റ് ഡിസ്ചാർജ് വരുന്നതാണ്. അപ്പോൾ അതേ കണക്ക് ഇങ്ങനെ വൈറ്റ് ഡിസ്ചാർജ് കൂടുകയും അത് കണക്ക് നമ്മൾ പാൻറ്റീസ് ഇടുമ്പോൾ ഒരു സ്മെല്ല് വരികയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈസ്റ്റ് ഇൻഫെക്ഷൻ ആണ്. ഇത് ഒരു വീഡിയോ ഞാൻ ചെയ്തു. ഇപ്പം ഹൈജീനിൻ്റെ ഒരു പാർട്ടായിട്ട് ഞാൻ ഒന്നും കൂടി അത് പറഞ്ഞങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഓക്കെ, പിന്നെ പീരിയഡ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ സംഭവം ഹൈജീനാണ്. അപ്പം നമ്മൾ ഒരുപാട് പേര് ചെയ്യുന്നൊരു മിസ്റ്റേക്ക്, ഫസ്റ്റ് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. പാൻറ്റീസ് നമ്മൾ ഡാർക്ക് കളർ പാൻറ്റീസ് ആണ് എപ്പോഴും യൂസ് ആക്കാറുള്ളത്. ഈ ഡാർക്ക് കളർ പാൻറ്റീസ് യൂസ് ആക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പീരിയഡ്സ് ആവുന്ന സമയത്ത് നമ്മളിത് യൂസ് ചെയ്യും, പാൻറ്റീസിലൊക്കെ വീഴുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡാർക്ക് ആണെങ്കിൽ നമ്മൾ കൂടുതൽ അറിയില്ല നല്ല ഡാർക്കൊക്കെ ഇടുകയാണെന്നുണ്ട്. അതേസമയം നമ്മൾ ഈ ലൈറ്റ് കളർ പാൻറ്റീസൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വാഷ് ചെയ്തിട്ട് നമുക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ഥലം ക്ലീൻ ചെയ്തിട്ട് നമുക്ക് യൂസ് ആക്കാം, ഒരു പ്രശ്നമല്ല. അല്ലെങ്കിൽ ഇതൊരു ഇൻഫെക്ഷനാണ്. ചിലർക്ക് പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആവുന്ന ബോഡിയാണ്, ചിലർക്ക് പാൻറ്റീസുകളൊന്നും പറ്റത്തില്ല, അവർക്ക് അവരുടേതായ അലർജി ആവുന്ന ആൾക്കാരുണ്ട്, അവർക്ക് അവരുടേതായ ഒരു ബ്രാൻഡ് ഉണ്ടായിരിക്കും, ആ ഒരു സംഭവം മാത്രമേ യൂസ് ആക്കാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ഇതൊക്കെ പെട്ടെന്ന് അഫക്റ്റ് ആവും, മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കളറ്, പീരിയഡ് സമയത്ത് ഇടുന്ന കളറ് ശ്രദ്ധിക്കുക, ഡാർക്ക് കളർ ഒഴിവാക്കുക, ലൈറ്റ് കളറായിട്ടുള്ള പാൻറ്റീസ് യൂസ് ചെയ്യുക. പിന്നെ ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാത്തൊരു സംഭവം, നമ്മളിപ്പോൾ ഞാനൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരുന്ന സംഭവം, അതായത് നമുക്ക് പീരിയഡ്സ് ആവാറായി, പക്ഷേ ഇന്നാവോ നാളെ ആവോ ഇനി ഇപ്പോൾ ആവോ അത് വൈകിട്ടാവോ എന്നുള്ളൊരു സംഭവം ഉണ്ടാവുമല്ലോ. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, പാഡ് എടുത്ത് വെക്കും. എന്നിട്ട് ഇതായിട്ടില്ലെങ്കിൽ നമ്മൾ വെച്ചിരിക്കും, നമുക്കൊരു ഡൗട്ട് തീരുന്ന വെച്ചിരിക്കും, എന്നിട്ട് അത് മാറ്റും. അടുത്ത ദിവസമായിട്ടും പീരീഡ്സ് ആയില്ല, വീണ്ടും നമ്മളൊരു പാഡ് എടുത്ത് വെക്കും, എന്നിട്ട് നമ്മൾ അത് ഇതായില്ല കളയും. അങ്ങനെ. പക്ഷെ ഇങ്ങനെ അതായത് പീരീഡ്സ് ആവാണ്ട് നമ്മൾ വെറുതെ യൂസ് ചെയ്യുന്നത് ഇൻഫെക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അത്ര നല്ലതല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻറ്റീസ് ലൈനർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, പാൻറ്റി ലൈനർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഓക്കെ, ഈ പാൻറ്റി ലൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇമേജ് വെച്ചിരിക്കാം, വളരെ ചെറിയൊരു സാധനമാണ്. അത് നമുക്ക് ഇങ്ങനെയുള്ള സമയത്ത് അത് യൂസ് ചെയ്യാം, വലിയ പ്രശ്നമില്ല, വലിയ ചെറുതാണ്, അത്രയും ഇതായിട്ട് ഫുൾ കവർ ചെയ്തിരിക്കുന്നതല്ല, വളരെ ചെറിയ സാധനം. നിങ്ങൾ ഇവിടെ ഇമേജ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് യൂസ് ആക്കുക, അത് ആക്ച്വലി നല്ലൊരു സംഭവമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുടിക്കേണ്ട ഒരു ഡ്രിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെമൺ ജ്യൂസ് നല്ലതാണ്. നാരങ്ങ വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡിക്കും അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇത് നല്ലതാണ്. അപ്പോൾ നാരങ്ങ വെള്ളം നിങ്ങൾ കുടിക്കുക. അപ്പോൾ ഞാൻ വീഡിയോൻ്റെ ഫസ്റ്റ് തന്നെ പറഞ്ഞു, തൈര് എല്ലാ ദിവസവും തൈര് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നല്ലതാണ്, നമുക്ക് ആ വജൈനയിൽ ഉണ്ടാവുന്ന ആ ഒരു സ്മെല്ല് അതൊക്കെ മാറി കിട്ടും. അപ്പോൾ അതൊക്കെ നല്ലതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പീരീഡ് സമയത്ത് കഴിവതും ജീൻസ് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഒഴിവാക്കുക. ഇച്ചിരി ലൂസ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കാറ്റ് കയറാൻ പറ്റുന്ന അങ്ങനത്തെ ഉള്ള ഡ്രസ്സുകൾ കൂടുതലും യൂസ് ചെയ്യുക. പിന്നെ പാഡ് ചേഞ്ച് ആക്കുക. പാഡ് ഇങ്ങനെ എന്ന് വെച്ചാൽ ചിലരൊക്കെ ഉണ്ട്, പാഡ് ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ വെച്ചിരിക്കും, അങ്ങനെ ഇതാക്കാണ്ട് പാഡ് ചേഞ്ച് ചെയ്യുക. ഒരു 2 hour കൂടുമ്പം 2 hour കഴിയുമ്പം അതനുസരിച്ച് പാഡ് ചേഞ്ച് ആക്കുക. ഓക്കെ, പിന്നെ ചിലർക്കുള്ള സംശയമാണ് നമ്മൾ അതായത്
നമ്മൾ ഈ വാഷ്റൂമിൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വാഷ്റൂമിൽ പോകുമ്പോൾ നമ്മൾ ഈ എന്താണ് വാഷ് ചെയ്യേണ്ട പിടിച്ചിടും, ഡ്രസ്സ് പിടിച്ചിടും. അപ്പോൾ അങ്ങനെ ചിലർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ അതൊക്കെ ശ്രദ്ധിക്കണം. വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ പിടിച്ചിടാവുള്ളൂ. പിന്നെ നമ്മൾ കുളിക്കുമ്പോഴും ഒക്കെ നമ്മൾ ഈ വി വാഷ് പോലത്തെ സാധനങ്ങളൊക്കെ യൂസ് ആക്കാറുണ്ട്. അത് യൂസ് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതായത് വജൈനയുടെ ഉള്ളിലോട്ട് പോകുക, അത് അതിൻ്റെ ആ ഒരു അടുത്തുള്ള പോർഷനിലൊക്കെ മാത്രമായിരിക്കണം ഇത് യൂസ് ആക്കുക. അപ്പം ചിലർക്ക് അത് അറിയാണ്ട് അവിടെയൊക്കെ ഇട്ട് അത് അങ്ങനെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ കഴിവതും ഒഴിവാക്കുക. ഇങ്ങനെ വേണം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, മിക്കവരും ചെയ്യുന്നൊരു സംഭവമാണ്, അവർക്ക് അറിയില്ല എന്ന് തോന്നുന്നു, ഡയറക്റ്റ് എടുത്ത് യൂസ് ചെയ്ത് കൊടുക്കും. അത് ഒരു പ്രശ്നമാണ്. പിന്നെ പലർക്കും പല രീതിയിലും പാഡുകളൊക്കെ പലർക്കും പലതാണ്. അതായത് എല്ലാവർക്കും എല്ലാ പാഡൊന്നും പറ്റത്തില്ല. അപ്പോൾ അവരുടേതായ രീതിയിൽ ചിലർക്ക് അലർജിയുള്ള ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരൊക്കെ നല്ല പാഡുകൾ യൂസ് ചെയ്യുക. പാഡുകൾ 2 മണിക്കൂർ കൂടുമ്പോൾ പാഡുകൾ ചേഞ്ച് ചെയ്യുക. പിന്നെ ഹൈജീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇടുന്ന ഡ്രസ്സ്, ലൂസ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക, ലൈറ്റ് കളർ പാൻറ്റീസ് യൂസ് ചെയ്യുക, പിന്നെ ഈ 2 ഡ്രിങ്ക്സ് ഇത് യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം, നീറ്റായിട്ട് ഇരിക്കണം. ഓക്കെ, നമുക്ക് ഈ റാഷസും അങ്ങനെ പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഈ റാഷസ് പോലുള്ള സംഭവങ്ങൾ വരുമ്പോൾ നമുക്ക് ഈ അലോവേരയും കോക്കനട്ട് ഓയിലും ഒക്കെ, നാച്ചുറൽ ആയിട്ടുള്ള കോക്കനട്ട് ഓയിലൊക്കെ യൂസ് ചെയ്യാം. അതൊക്കെ ഭയങ്കര നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു പീരിയഡ്സിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ചിലർക്കൊക്കെ അറിയാം ലൈറ്റ് കളർ പാൻറ്റീസ് യൂസ് ചെയ്യണം എന്നറിയാം, നമ്മൾ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ വാഷ് ചെയ്യണം എന്നറിയാം, എന്നിട്ടേ ഇടാവൂ എന്നറിയാം. പക്ഷേ ചിലരൊന്നും അത് ചെയ്യാറില്ല. പിന്നെ ചിലർ പാഡ് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് യൂസ് ചെയ്തിരിക്കും. നമുക്കിപ്പം ബ്ലീഡിങ് കുറവാണ്, അപ്പോൾ ഇത് തന്നെ ഇന്നത്തെ ഫുൾ ഡേ ഇരിക്കുമെന്നും പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് വെച്ചിരിക്കുന്നവരുണ്ട്. അങ്ങനെ ചെയ്യരുത്, കാരണം ഇൻഫെക്ഷൻ ഉണ്ടാവും. സോ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.